50-ാമത്തെ വയസ്സില് നിങ്ങൾക്ക് പ്രമേഹമോ അല്ലെങ്കിൽ ഹൃദ്രോഗമോ വരാനുള്ള സാധ്യത ശരിക്കും നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ എഴുതപ്പെട്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതൊരു വലിയ ചോദ്യമാണ് കേട്ടോ. പലരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. അതെ. അതായത് ഇന്ന് നമ്മൾ ഈ ഡീപ്പ് ഡൈവിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് വെറുതെ കുട്ടികളെ എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെയും എന്റെയും ഉൾപ്പെടെ ഓരോ മനുഷ്യന്റെയും ശരീരവും തലച്ചോറും എങ്ങനെയാണ് ആ നിർണായക സമയത്ത് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് എന്നാണ്. കൃത്യമായി പറഞ്ഞാൽ ജനനം മുതൽ ആദ്യത്തെ 730 ദിവസങ്ങൾ. അതെ. ലോകാരോഗ്യ സംഘടനയുടെയും പിന്നെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെയും ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ നമ്മുടെ ഇന്ത്യൻ വീടുകളിലെ ആ പരമ്പരാഗത അറിവുകളുമായി എങ്ങനെ യോജിപ്പിക്കാമെന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഈ പുതിയ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് ഊഷ്മളമായ സ്വാഗതം. വളരെ കൃത്യമായ ഒരു തുടക്കമാണിത്. ഈ 730 ദിവസങ്ങളെന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് മാത്രമുള്ള ഒരു അറിവല്ല. അപ്പോൾ മറ്റാർക്കൊക്കെയാണ് ഇതിന്റെ ഗുണം ലഭിക്കുക? ശരിക്കും മനുഷ്യന്റെ മെറ്റബോളിസവും ന്യൂറോളജിയും എങ്ങനെ രൂപപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു വലിയ അത്ഭുത ലോകമാണ്. പണ്ടുകാലത്ത് നമ്മുടെ മുത്തശ്ശിമാര് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ എവിടെയാണ് വലിയ ശാസ്ത്രം ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമ്മളിന്ന് കാണും. ആഹാ, എവിടെയാണ് നമ്മൾ പഴയ ശീലങ്ങൾ മാറ്റിവെച്ച് ആധുനിക ശാസ്ത്രത്തെ മാത്രം ആശ്രയിക്കേണ്ടത് എന്നതിന്റെ ഒരു കൃത്യമായ ബ്ലൂ പ്രിന്റ് കൂടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നതല്ലേ? തീർച്ചയായും. ഒരധ്യാപകൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പോലെ വളരെ ലളിതമായി എന്നാൽ ആഴത്തിൽ നമുക്കിത് പഠിക്കാം. അവിടെയാണ് എനിക്ക് ആദ്യത്തെ സംശയം വരുന്നത്. എന്തുകൊണ്ടാണ് ഈ 730 ദിവസങ്ങൾക്ക് ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നത്? ശരിക്കും ഇതൊരു വീടിന് തറക്കല്ലിടുന്നത് പോലെയാണ്. അതെ, ആ ഉപമ വളരെ ശരിയാണ്. ഒരു വീടിന്റെ അടിസ്ഥാനം എത്ര സ്ട്രോങ് ആണോ അത്രയും കാലം ആ വീട് നിലനിൽക്കും. ഈ 2 വർഷം കൊണ്ട് ശരിക്കും കുഞ്ഞിന്റെ തലച്ചോറിന്റെ ഘടന, അതായത് ഒരു ആർക്കിടെക്ചറൽ ഫ്രെയിംവർക്ക് സ്ഥിരമായി രൂപപ്പെടുകയാണ്. ഓ, അതായത് തലച്ചോറിന്റെ വയറിംഗ് നടക്കുന്ന സമയം. കൃത്യം. അതിന് നമുക്കൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഈ ആദ്യത്തെ 2 വർഷങ്ങളിൽ കുഞ്ഞിന്റെ തലച്ചോറിലെ നാഡീവ്യൂഹങ്ങൾ അഥവാ ന്യൂറൽ പാത്വേകൾ വളരുന്നത് ഒരു വലിയ കാട്ടിലൂടെ പുതിയ റോഡുകൾ വെട്ടുന്നത് പോലെയാണ്. കാട്ടിലൂടെ പുതിയ റോഡുകളോ? അതെ. ഈ സമയത്ത് നമ്മൾ ഏത് റോഡുകളിലൂടെയാണോ കൂടുതൽ സഞ്ചരിക്കുന്നത്, അതായത് കുഞ്ഞിന് നൽകുന്ന ഉത്തേജനങ്ങളും അനുഭവങ്ങളും ആ റോഡുകൾ ടാർ ചെയ്ത് മനോഹരമായ ഹൈവേകളായി മാറും. അപ്പോൾ ഉപയോഗിക്കാത്ത റോഡുകൾക്കോ എന്ത് സംഭവിക്കും? അവ പതിയെ കാടുമൂടി നശിച്ചുപോകും. ഈ 730 ദിവസങ്ങൾ ഒരു വലിയ ക്രിട്ടിക്കൽ വിൻഡോ ആണ്. ഒരിക്കൽ ഈ സമയം കഴിഞ്ഞാൽ പിന്നെ ഈ അടിസ്ഥാന ഘടന മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ശാരീരിക വളർച്ചയുടെ കാര്യത്തിലും ഇതുതന്നെയാണോ അവസ്ഥ? അതെ. ശാരീരിക വളർച്ച അതിന്റെ ഏറ്റവും ഉയർന്ന നിരക്കിലായിരിക്കും ഈ സമയത്ത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കുഞ്ഞിന്റെ ഇന്നത്തെ വിശപ്പ് മാറ്റാൻ മാത്രമല്ല, ഭാവിയിലെ അവരുടെ മെറ്റബോളിക് പ്രവർത്തനങ്ങളെ പ്രോഗ്രാം ചെയ്യാൻ കൂടിയാണ്. അതായത് നമ്മൾ നൽകുന്ന ആദ്യത്തെ ഭക്ഷണങ്ങൾ വെറുമൊരു ഊർജ്ജം മാത്രമല്ല, അതൊരു കോഡാണ് അല്ലേ? ഭാവിയിൽ ജീവിതശൈലി രോഗങ്ങൾ വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ബയോളജിക്കൽ കോഡ്. വളരെ കൃത്യമായി പറഞ്ഞു. ഈ പോഷകാഹാരങ്ങൾ ഭാവിയിൽ അവർക്ക് വരാൻ സാധ്യതയുള്ള അമിതവണ്ണം, പ്രമേഹം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളിൽ നിന്ന് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു കവചം തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും തിരികെ ലഭിക്കാത്തൊരു കാലയളവാണെന്നിപ്പോൾ മനസ്സിലായി. എന്നാൽ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടേറിയതാണല്ലേ? അതെ. ഒരു വശത്ത് ഇന്റർനെറ്റിലെ ആയിരക്കണക്കിന് ഉപദേശങ്ങൾ, മറുവശത്ത് വീട്ടിലെ മുതിർന്നവരുടെ പരമ്പരാഗത രീതികൾ. ഇതിനിടയിൽ ഉറക്കമില്ലായ്മ കൂടിയാകുമ്പോൾ കാര്യങ്ങളാകെ കുഴപ്പത്തിലാവും. തീർച്ചയായും. അപ്പോഴീ വലിയ വിവരങ്ങളെല്ലാം എങ്ങനെയാണ് ആളുകൾക്ക് എളുപ്പത്തിൽ പഠിക്കാനും പ്രായോഗികമാക്കാനും കഴിയുക? ഒരുപാട് മെഡിക്കൽ പുസ്തകങ്ങൾ വായിച്ചു പഠിക്കാൻ ആർക്ക് സമയമുണ്ടാകില്ലല്ലോ. അവിടെയാണ് പുതിയ ചില പഠനരീതികൾ നമ്മളെ സഹായിക്കുന്നത്. ഒന്നാമതായി മൈക്രോ ലേണിംഗ് ആണ്. അതായത് വലിയ വിവരങ്ങൾ ഒരു 5-10 മിനിറ്റ് ദൈർഘ്യമുള്ള ചെറിയ പാഠങ്ങളായി നൽകുക. ഓക്കേ, അപ്പോൾ വിവരങ്ങൾ ചെറുതായിട്ട് വേഗത്തിൽ മനസ്സിലാക്കാം. അതെ. രണ്ടാമത്തേത് ഈ ദാദി കി നുസ്ഖെ പോലെയുള്ള നമ്മുടെ മുത്തശ്ശിമാരുടെ അറിവുകളുണ്ടല്ലോ, ആ സുരക്ഷിതമായ ഒറ്റമൂലികളെ ശാസ്ത്രവുമായി ബന്ധിപ്പിച്ചുപയോഗിക്കുക. എന്നുവെച്ചാൽ പാരമ്പര്യത്തെ വെറുതെ തള്ളിക്കളയാതെ അതിലെ ശാസ്ത്രം മനസ്സിലാക്കുക. കൃത്യം. പിന്നെ മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അഡാപ്റ്റീവ് സ്നൂസ് ഡെലിവറി. സ്നൂസ് ഡെലിവറിയോ? അതെന്താ?
ഈ നമ്മൾ രാവിലെ അലാറം സ്നൂസ് ചെയ്യുന്നത് പോലെയുള്ള എന്തെങ്കിലും ആണോ അത്? ഏകദേശം അതുതന്നെ. നമ്മൾ കുഞ്ഞിന്റെ കലണ്ടറിലെ പ്രായത്തേക്കാൾ അവരുടെ വളർച്ചയുടെ ഘട്ടത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. അതൊരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. ഉദാഹരണത്തിന്, ഒരു കുഞ്ഞിന് 6 മാസം പ്രായമായി, പക്ഷേ കുഞ്ഞ് സ്വയം ഇരുന്നു തുടങ്ങിയിട്ടില്ല എന്ന് കരുതുക. ആ സമയത്ത് ഖരഭക്ഷണം നൽകണം എന്ന നിർദ്ദേശം നമ്മൾ തൽക്കാലം സ്നൂസ് ചെയ്ത് മാറ്റിവെക്കുന്നു. ആഹാ, കാരണം കുഞ്ഞ് ഇരുന്നിട്ടില്ലെങ്കിൽ ഭക്ഷണം ശ്വാസകോശത്തിൽ കുടുങ്ങാൻ സാധ്യതയുണ്ടല്ലേ? അതെ, ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. അവരുടെ വളർച്ചയുടെ സന്നദ്ധത അനുസരിച്ചു വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അതൊരു മികച്ച ആശയമാണ്. കാലണ്ടറിലെ തീയതി നോക്കിയല്ല, കുഞ്ഞിന്റെ ശരീരത്തിന്റെ തയ്യാറെടുപ്പ് നോക്കിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈ യാത്രയുടെ ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിലേക്ക് വരാം. അതായത് ജനനം മുതൽ 6 മാസം വരെയുള്ള സമയം. ഈ ആദ്യത്തെ 180 ദിവസങ്ങളിൽ മുലപ്പാൽ മാത്രമാണ് കുഞ്ഞിന് നൽകേണ്ടത് എന്ന് ശാസ്ത്രലോകം ഒറ്റക്കെട്ടായി അടിവരയിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യവും ശാസ്ത്രവും തമ്മിലുള്ള ആ ബന്ധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യത്തിൽ പ്രസവാനന്തരം അമ്മയ്ക്ക് നൽകുന്ന ഒരു 40 ദിവസത്തെ പ്രത്യേക പരിചരണമുണ്ട്. ഈ സമയത്ത് മുലപ്പാൽ വർദ്ധിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ശതാവരി, ഉലുവ, പെരുംജീരകം എന്നിവ നോക്കൂ. അതെ, മിക്ക വീടുകളിലും ഇത് കൊടുക്കാറുണ്ട്. ഇത് ശരിക്കും വർക്ക് ചെയ്യുമോ? തീർച്ചയായും. ആധുനിക വൈദ്യശാസ്ത്രം ഇതിനെ ഗാലക്റ്റിഗോഗുകൾ എന്നാണ് വിളിക്കുന്നത്. ഇവ അമ്മയുടെ ശരീരത്തിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ വളരെ സഹായിക്കും. പാരമ്പര്യം ശാസ്ത്രത്തോടെത്ര മനോഹരമായാണ് ചേർന്നു നിൽക്കുന്നതെന്ന് നോക്കൂ. ശരിയാണ്. പക്ഷേ എനിക്കിവിടെ വലിയൊരു സംശയം ചോദിക്കാനുണ്ട്. കാരണം എനിക്കറിയാവുന്ന മിക്ക വീടുകളിലും കുഞ്ഞുങ്ങൾക്ക് ജനിച്ചുടനെ തേൻ കൊടുക്കാറുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ ജനം കുട്ടി ഈ ഗ്രൈപ്പ് വാട്ടർ അല്ലെങ്കിൽ പഞ്ചസാര വെള്ളമൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കൊടുത്തു വളർത്തിയ ഞങ്ങളൊക്കെ യാതൊരു കുഴപ്പവുമില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇതിലെന്താണ് ഇത്ര വലിയ അപകടം? ഞാൻ ആ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. ഇതിനെ ശാസ്ത്രത്തിൽ സർവൈവർഷിപ്പ് ബയാസ് എന്നാണ് പറയുന്നത്. സർവൈവർഷിപ്പ് ബയസ് എന്ന് വെച്ചാൽ? അതായത് ഇതൊക്കെ കഴിച്ചിട്ടും കുഴപ്പമൊന്നും വരാതെ രക്ഷപ്പെട്ട ആളുകൾ അത് സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ പഴയകാലത്ത് ശിശുമരണ നിരക്ക് വളരെ കൂടുതലായിരുന്നു. ഇന്ന് നമുക്കറിയാം ഇവ വളരെ കർശനമായി ഒഴിവാക്കേണ്ട ഹാർഡ് നോസാണെന്ന്. അപ്പോൾ ഈ തേൻ കൊടുക്കുന്നതിൽ ശരിക്കും അപകടമുണ്ടോ? വളരെ വലിയ അപകടമുണ്ട്. തേനിലെ ചില സ്പോറുകൾ കുടലിൽ അണുബാധയുണ്ടാക്കുകയും ഇൻഫന്റ് ബൊട്ടിലിസം എന്ന വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. ജനിച്ചയുടനെ ഒരിക്കലും തേൻ കൊടുക്കരുത്. ഓ മൈ ഗോഡ്! അപ്പോൾ തേൻ കൊടുക്കുന്നത് സത്യത്തിൽ വളരെ അപകടകരമായ കാര്യമാണ്. അപ്പോൾ ഈ ഗ്രൈപ്പ് വാട്ടറും പഞ്ചസാര വെള്ളവും ഒഴിവാക്കണോ? തീർച്ചയായും. ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ തന്നെ പഞ്ചസാര നൽകുമ്പോൾ കുഞ്ഞിന്റെ തലച്ചോറിലെ റിസപ്റ്ററുകൾ അതിശക്തമായി പ്രതികരിക്കുകയും ജീവിതകാലം മുഴുവൻ മധുരത്തോട് ആസക്തിയുള്ളവരായി അവരെ പ്രോഗ്രാം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഭാവിയിലെ പ്രമേഹത്തിന് നമ്മൾ തന്നെ തുടക്കമിടുകയാണ് അല്ലേ? അതെ. കൂടാതെ കുഞ്ഞിന്റെ ചെറിയ വയറ്റിൽ ഈ ദ്രാവകങ്ങൾ നിറയുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട മുലപ്പാലിന്റെ അളവ് ഗണ്യമായി കുറയുകയും ചെയ്യും. അത് വളരെ കൃത്യമായ ഒരു വിശദീകരണമാണ്. നമ്മൾ അറിയാതെ തന്നെ അവരുടെ ഭാവിയിലെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു പരമ്പരാഗത ശീലത്തെക്കുറിച്ച് ചോദിക്കട്ടെ? ചോദിക്കൂ. കുഞ്ഞുങ്ങളെ എണ്ണയിട്ട് തേപ്പിച്ച് കുളിപ്പിക്കുന്നത്, അതായത് മാലിഷ് അല്ലെങ്കിൽ മസാജ്, ഈ കലയൊക്കെ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലതാണോ? അതിലെ ശാസ്ത്രം എന്താണ്? ഒരു അധ്യാപകളെപ്പോലെ ഒന്ന് വിശദീകരിക്കാമോ? മസാജ് വളരെ നല്ലതാണ് കേട്ടോ. ഇത് കുഞ്ഞിന്റെ നാഡീവ്യൂഹങ്ങളുടെ ഉത്തേജനത്തിനും സ്പർശനത്തിലൂടെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാനും സഹായിക്കും. അപ്പോൾ ഏതെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്? അതെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെളിച്ചെണ്ണയോ സൂര്യകാന്തി എണ്ണയോ പോലെയുള്ള ഭക്ഷ്യയോഗ്യമായ എണ്ണകൾ മാത്രം ഉപയോഗിക്കുക. എന്നാൽ ഇന്ത്യയിൽ പലയിടത്തും ഉപയോഗിക്കുന്ന കടുകെണ്ണ കർശനമായി ഒഴിവാക്കണം. അതെന്തുകൊണ്ടാണ്? കടുകെണ്ണ ഉപയോഗിക്കുന്നത് ചൂട് നൽകുമെന്നാണല്ലോ പറയാറുള്ളത്. അത് ചർമ്മത്തിന് ദോഷം ചെയ്യുമോ? തീർച്ചയായും. കടുകെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ കുഞ്ഞിന്റെ ചർമ്മത്തിന്റെ സംരക്ഷണ കവചത്തെ, അതായത് എപ്പിഡെർമൽ ബാരിയറിനെ നശിപ്പിക്കുന്നു. കടുകെണ്ണ പുരട്ടുമ്പോൾ നമ്മൾ സത്യത്തിൽ അവരുടെ മൃദുവായ ചർമ്മത്തിന് ദോഷം ചെയ്യുകയാണ്. ഓ, അത് പുതിയൊരു അറിവാണ്. പിന്നെ മസാജ് ചെയ്യുമ്പോൾ വേറെന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, കുഞ്ഞ് പാല് കുടിച്ചു കഴിഞ്ഞ ഉടനെ ഒരിക്കലും മസാജ് ചെയ്യരുത്.
ഒരു 30-45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മസാജ് ചെയ്യാവൂ. അത് മനസ്സിലാക്കാം. നമ്മൾ നന്നായി വയറ് നിറയെ ഭക്ഷണം കഴിച്ച ഉടനെ പോയി എക്സസൈസ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ആ പ്രഷർ കാരണം കുഞ്ഞു കുടിച്ച പാല് മുഴുവൻ തിരികെ ഛർദ്ദിക്കാൻ അഥവാ റിഫ്ലക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ? അതെ, വളരെ ശരിയാണ്. അപ്പോൾ ആദ്യത്തെ 180 ദിവസങ്ങൾ മുലപ്പാൽ എന്ന മാന്ത്രിക കവചം കുഞ്ഞിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കൃത്യം 6 മാസമാകുമ്പോൾ നമ്മൾ ചോറൂണ് അഥവാ അന്നപ്രാശം നടത്തുന്നു. എന്തുകൊണ്ടാണ് കൃത്യം 6 മാസം കഴിയുമ്പോൾ പെട്ടെന്ന് ഖരഭക്ഷണം തുടങ്ങണം എന്ന് പറയുന്നത്? അവിടെയാണ് ജീവശാസ്ത്രപരമായ വലിയൊരു മാറ്റം ശരീരത്തിൽ സംഭവിക്കുന്നത്. 6 മാസം വരെ മുലപ്പാല് മാത്രം മതിയാകും. എന്നാൽ 6 മാസം കഴിയുമ്പോൾ ശരീരത്തിലെ ഇരുമ്പിന്റെ അംശം തീർന്നു തുടങ്ങും. അതായത് മുലപ്പാലിൽ നിന്ന് മാത്രം കുഞ്ഞിന് ആവശ്യമായ ഇരുമ്പും സിങ്കും ലഭിക്കാതെ വരുമെന്നാണോ? കൃത്യമായി പറഞ്ഞു. അതുകൊണ്ടാണ് 6 മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ പോഷകസമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ നൽകണം എന്ന് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തു ഭക്ഷണമാണ് ഈ സമയത്ത് നൽകേണ്ടത്? നമ്മുടെ നാട്ടിൽ ലഭ്യമായ ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? കാൽഷ്യവും ഇരുമ്പും ധാരാളമുള്ള മുളപ്പിച്ച റാഗി വളരെ നല്ലതാണ്. അതുപോലെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫാറ്റി ആസിഡുകൾ അടങ്ങിയ നെയ്യ് ചേർത്ത ചെറുപയർ കിച്ചടി എന്നിവയുടെ പ്രാധാന്യം വളരെ വലുതാണ്. റാഗി മുളപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് പോഷകങ്ങൾ വേഗത്തിൽ വലിച്ചെടുക്കാൻ ശരീരത്തിന് സാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതെ, അതിനെ ബയോ അവൈലബിലിറ്റി എന്ന് പറയും. അതുപോലെ ഈ സമയത്ത് കുഞ്ഞുങ്ങളുടെ തലച്ചോറിലും ശരീരത്തിലും വലിയ മാറ്റങ്ങൾ വരുന്ന സമയമാണ്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഈ സമയത്ത് കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന്. ചില നാഴികക്കല്ലുകൾ അഥവാ മൈൽ സ്റ്റോൺസ് ഒക്കെ ഉണ്ടല്ലോ. അതെ, 6 മാസമാകുമ്പോഴേക്കും കുഞ്ഞ് കൈകൾ കുത്തി മുന്നോട്ട് ആഞ്ഞിരിക്കാൻ, അതായത് ട്രൈപോഡ് സ്വിറ്റ് ചെയ്യാൻ തുടങ്ങും. ഒപ്പം പരിചിതമായ മുഖങ്ങൾ അവർ തിരിച്ചറിയുകയും ചെയ്യുന്നു. 9 മാസമാകുമ്പോഴോ? 9 മാസമാകുമ്പോൾ ബുദ്ധിവികാസത്തിന്റെ ഏറ്റവും വലിയ മാറ്റമായ ഒബ്ജക്റ്റ് പെർമനൻസ് സംഭവിക്കുന്നു. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് വെച്ചാൽ ഒരു വസ്തു കണ്ണിൽ നിന്ന് മാറിയാലും അത് അവിടെ തന്നെ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണോ? അതെ. മുമ്പ് അമ്മ മുറിയിൽ നിന്ന് പുറത്തുപോയാൽ കുഞ്ഞിനെ സംബന്ധിച്ച് അമ്മ ഇല്ലാതായി എന്നാണ് അർത്ഥം. എന്നാൽ 9 മാസമാകുമ്പോൾ അമ്മ മുറിയിൽ നിന്ന് പോയാലും അമ്മ അവിടെ എവിടെയോ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് കുഞ്ഞിനുണ്ടാകുന്നു. വാവ്! അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഈ സമയത്ത് കാണുന്ന ആ സെപ്പറേഷൻ ആൻസൈറ്റി ഉണ്ടല്ലോ, അതായത് അമ്മയെ പിരിയുന്നതിലുള്ള പേടിയും കരച്ചിലും ശരിക്കും ഒരു പ്രശ്നമല്ല, മറിച്ച് അവരുടെ തലച്ചോറ് വികസിക്കുന്നതിന്റെ ലക്ഷണമാണല്ലേ? അതെ, അതൊരു അത്ഭുതകരമായ കണ്ടെത്തലാണ്. അവർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുകയാണ്. ശരിക്കും ഇതൊരു സന്തോഷിക്കേണ്ട കാര്യമാണല്ലേ? പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ സമയത്ത് വരുത്തേണ്ടത്? 9 അല്ലെങ്കിൽ 10 മാസമാകുമ്പോഴേക്കും പൂർണ്ണമായും അരച്ച കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണത്തിൽ നിന്നും നമ്മൾ അവരെ കട്ടിയുള്ള ഭക്ഷണത്തിലേക്ക്, അതായത് ലംബി ടെക്സ്ചറിലേക്ക് മാറ്റണം എന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. അങ്ങനെ മാറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തീർച്ചയായും. ഇത് വൈകിയാൽ പിന്നീട് കുട്ടികൾക്ക് ഖരഭക്ഷണം കഴിക്കാൻ വലിയ മടിയുണ്ടാവും. അതിനെ സെൻസറി അവേർഷൻസ് എന്ന് പറയും. അപ്പോൾ പിന്നീട് അവർ വാശി പിടിക്കാൻ ഇത് കാരണമാവും. അപ്പോൾ നമ്മൾ 3ാം ഘട്ടത്തിലേക്ക്, അതായത് കുഞ്ഞിന്റെ 12 മുതൽ 24 മാസം വരെയുള്ള സമയത്തേക്ക് കടക്കുകയാണ്. ഒരു സ്വയം പര്യാപ്തതയിലേക്ക് കുഞ്ഞെത്തുന്ന സമയമാണല്ലോ ഇത്. അതെ, ഈ സമയത്ത് കുഞ്ഞിന്റെ ശാരീരിക വളർച്ചയുടെ വേഗത ഒന്ന് കുറയുകയും എന്നാൽ വ്യക്തിത്വവും മോട്ടോർ സ്കില്ലുകളും അതിവേഗം വികസിക്കുകയും ചെയ്യുന്നു. ഭക്ഷണം കുടുംബത്തിലുള്ള എല്ലാവരും കഴിക്കുന്നത് തന്നെ കൊടുക്കാമോ? തീർച്ചയായും. 1 വയസ്സ് കഴിയുമ്പോൾ കുഞ്ഞ് കുടുംബത്തിലെ എല്ലാവരും കഴിക്കുന്ന സോഫ്റ്റ് ഇഡ്ലി, ചോറ്, ദാൽ എന്നിവയൊക്കെ ഉപ്പും എരിവും കുറച്ച് കഴിക്കാൻ തുടങ്ങണം. 1 വയസ്സ് കഴിയുമ്പോൾ മിക്ക വീടുകളിലും കാണുന്ന ഒരു പ്രശ്നമുണ്ട്. ചോറൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുപ്പിയിൽ നിറയെ പശുവിൻ പാല് കൊടുക്കാം എന്ന് മാതാപിതാക്കൾ വിചാരിക്കും. ഇത് ശരിയായ രീതിയാണോ? ഈ പശുവിൻ പാലും വിളർച്ചയും തമ്മിലെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇന്ത്യയിലെ മാതാപിതാക്കളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണത്. പശുവിൻ പാല് ഒരു ദിവസം 500 മുതൽ 700 മില്ലിലിറ്റർ, അതായത് പരമാവധി 2-3 കപ്പ് മാത്രമേ നൽകാവൂ. വെറും 2 കപ്പ് മാത്രമേ പാടുള്ളൂ? അതെന്താ അങ്ങനെ പറയുന്നത്? പാല് അമിതമായി നൽകിയാൽ കുഞ്ഞിന്റെ വയർ എപ്പോഴും നിറഞ്ഞിരിക്കും.
അതുകൊണ്ട് ഇരുമ്പടങ്ങിയ മറ്റു നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള വിശപ്പ് ഇല്ലാതാവുകയും ചെയ്യും. ഓ മൈ ഗോഡ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പാല് കൊടുത്താൽ ഭയങ്കര ആരോഗ്യമാകുമെന്നാണ്. അല്ല. ഇന്ത്യയിലെ കുട്ടികളിൽ കാണുന്ന ഇരുമ്പിന്റെ കുറവ് മൂലമുള്ള വിളർച്ചയ്ക്ക്, അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയയ്ക്ക് ഒരു പ്രധാന കാരണം ഈ അമിതമായ പാൽക്കുടിയാണ്. ശരിക്കും ഇത് നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകുന്നതിനു മുൻപ് വയറു നിറയെ വെള്ളം കുടിക്കുന്നത് പോലെയല്ലേ? പിന്നെ എങ്ങനെ മുന്നിലിരിക്കുന്ന ബിരിയാണി കഴിക്കാൻ പറ്റും? അതെ, വളരെ ശരിയായ ഉപമ. വിശപ്പില്ലാതെ അവർ എങ്ങനെ ഭക്ഷണം കഴിക്കും? അപ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വാശി പിടിക്കുമ്പോൾ മാതാപിതാക്കൾ ശരിക്കും എന്തു ചെയ്യണം? കുട്ടികളെ നിർബന്ധിച്ച് കഴിപ്പിക്കണോ? ഒരിക്കലുമില്ല. അവിടെ നമ്മൾ ചുമതലകളുടെ വിഭജനം അഥവാ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന രീതി ഉപയോഗിക്കണം. ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ മാതാപിതാക്കൾ ചെയ്യേണ്ടത്? എന്ത് ഭക്ഷണം നൽകണം, എപ്പോൾ നൽകണം, എവിടെ വെച്ച് നൽകണം എന്നത് മാതാപിതാക്കളുടെ ചുമതലയാണ്. അത് നമ്മുടെ മാത്രം തീരുമാനമാണ്. അപ്പോൾ കുഞ്ഞിന്റെ ചുമതല എന്താണ്? എന്നാൽ ആ ഭക്ഷണം കഴിക്കണോ, അതുപോലെ എത്രത്തോളം കഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് കുട്ടി മാത്രമാണ്. ഇത് ഊണുമേശയിലെ അനാവശ്യമായ അധികാര തർക്കങ്ങളും കരച്ചിലും ഒഴിവാക്കും. അത് വളരെ നല്ലൊരു ആശയമാണ്. അവരെ നിർബന്ധിക്കാതെ അവരുടെ വിശപ്പിനെ മാനിക്കുക എന്നത്. ഇനി ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരാം. കുട്ടികളുടെ ഈ വളർച്ച നമ്മൾ വെറുതെ കണ്ട് സന്തോഷിച്ചാൽ മതിയോ? ഇത് അളക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വളർച്ച വെറുതെ കണ്ടിരിക്കാനുള്ളതല്ല കേട്ടോ. അത് കൃത്യമായി അളക്കേണ്ടതുണ്ട്. അതിന് ക്ലിനിക്കൽ സ്ക്രീനിംഗ് ആവശ്യമാണ്. അതിനെന്തെങ്കിലും പ്രത്യേക ടൂളുകളുണ്ടോ നമ്മുടെ ഇന്ത്യയിൽ? അതെ, ഇന്ത്യയിലെ കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഒന്നാണ് TDSC അഥവാ ട്രിവാൻഡ്രം ഡെവലപ്മെന്റൽ സ്ക്രീനിംഗ് ചാർട്ട്. ഈ ചാർട്ട് വഴി കുട്ടിയുടെ 51 പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി വിലയിരുത്താൻ സാധിക്കും. വാക്സിനേഷന്റെ കാര്യത്തിലും ഇത് ശ്രദ്ധിക്കേണ്ടതല്ലേ? തീർച്ചയായും. ജനിച്ച ഉടനെ എടുക്കുന്ന BCG മുതൽ 15-ാം മാസത്തെ MMR വരെയുള്ള IAP വാക്സിനേഷൻ ഷെഡ്യൂൾ കർശനമായി നമ്മൾ പാലിക്കണം. ഈ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില അപായ സൂചനകൾ അഥവാ റെഡ് ഫ്ലാഗ്സ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ചില കർശനമായ സമയപരിധികളുണ്ടല്ലോ, അതെന്തൊക്കെയാണ്? കുട്ടികളുടെ വളർച്ച ഓരോരുത്തരിലും വ്യത്യസ്തമാണെങ്കിലും ചില ഹാർഡ് ഏജ് ലിമിറ്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന് 9 മാസം കഴിഞ്ഞിട്ടും കുട്ടി തനിയെ ഇരിക്കുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ 18 മാസം കഴിഞ്ഞിട്ടും തനിയെ നടക്കുന്നില്ലെങ്കിലോ നമ്മൾ വെറുതെ കാത്തിരിക്കരുത്. അപ്പോൾ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണണമല്ലേ? അതെ, ഉടനടി ഒരു പീഡിയാട്രീഷ്യനെ കണ്ടു പരിശോധിക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭയപ്പെടുത്തുന്ന കാര്യമാണ് റിഗ്രഷൻ. റിഗ്രഷൻ എന്നുവെച്ചാൽ എന്താ, പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുന്നതാണോ? അതെ. ഉദാഹരണത്തിന് നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്നൊരു ദിവസം മുതൽ മിണ്ടാതാവുന്നത്. ഇതൊരു വലിയ മെഡിക്കൽ എമർജൻസിയാണെന്ന് മനസ്സിലാക്കണം. ഉടൻ തന്നെ വിദഗ്ധ സഹായം തേടണം. അപ്പോൾ ശാസ്ത്രവും നമ്മുടെ മികച്ച പാരമ്പര്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ആദ്യത്തെ 730 ദിവസങ്ങൾ എങ്ങനെ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അടിത്തറയായി മാറ്റാം എന്ന് നമ്മൾ ഇന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി. അതെ, ഈ അറിവുകൾ കൃത്യമായി ഓരോ കുട്ടിയുടെയും വളർച്ചയ്ക്കനുസരിച്ച് പ്രായോഗികമാക്കുന്നതിലാണ് ഇതിന്റെ യഥാർത്ഥ വിജയം ഇരിക്കുന്നത് കേട്ടോ. തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ഡീപ്പ് ഡൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആഹാ, എന്താണത്? നോക്കൂ, കുഞ്ഞുങ്ങളുടെ തലച്ചോറും ശീലങ്ങളും രൂപപ്പെടുത്താൻ നമ്മൾ ഈ 730 ദിവസത്തെ കൃത്യമായ ഒരു ബ്ലൂ പ്രിന്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതെ, ഉപയോഗിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ മുതിർന്നവരായ നമ്മൾ പുതിയൊരു കാര്യം പഠിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മോശം ശീലം മാറ്റാനോ ഇതുപോലെയൊരു അത്യധികം ശ്രദ്ധയോടുകൂടിയ ശാസ്ത്രീയമായ ഒരു 730 ദിവസത്തെ പ്ലാൻ തയ്യാറാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തു മാറ്റമായിരിക്കും സംഭവിക്കുക? അതൊരു വലിയ ചിന്ത തന്നെയാണ്. നമ്മുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞേക്കാം. പകരം നമ്മുടെ തലച്ചോറിലും പുതിയ ഹൈവേകൾ നിർമ്മിക്കാൻ നമുക്കും സാധിക്കില്ലേന്ന്? ഒരു പുതിയ തുടക്കത്തിന് ഒരിക്കലും വൈകിയിട്ടില്ലല്ലോ. ഈ ആഴത്തിലുള്ള പഠനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. വീണ്ടും കാണാം.